കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കക്കിരിക്ക കൊണ്ടൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ നോമ്പുകാലമായ കാരണം പിന്നെ നമ്മുടെ ഈ ചൂട് സമയത്തും കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വയറ് നന്നായി നിറയും കേട്ടോ. നമ്മളൊന്നും കഴിക്കാണ്ട് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് പോലും ഇത് നല്ല ഇഷ്ടമാവും. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെ. ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ നിറയും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ഒരു കക്കരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം മൂത്തിട്ടില്ല കേട്ടോ. ഒരു ചള്ള് ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കക്കരിക്കയാണ്. നന്നായി തൊലിയൊക്കെ ചെത്തി കഴുകിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ തൊലിയൊക്കെ ചെത്തി ഇതേ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ തരിതരിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതേ കുറച്ച് നമ്മുടെ കസ്കസ് വെള്ളത്തിൽ ഒന്ന് കുതിരാനിടണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാദ്യം തന്നെ നമുക്ക് കുതിരാനിട്ട് വയ്ക്കാം. അതൊരു പെട്ടെന്ന് തന്നെ ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കത് വേഗം കുതിർന്ന് കിട്ടും. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ കക്കിരിക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഒരു ഏലക്കായയുടെ കുരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കൈപ്പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഇടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ തേങ്ങ ഇടുന്ന കാരണം ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി ജ്യൂസ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എത്ര ആൾക്കാർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം. അപ്പോൾ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിന് ചുറ്റും ചെറുതായിട്ടൊന്ന് പഞ്ചസാരയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളത് ഒരു കുക്കുംബറിൻ്റെ കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജ്യൂസ് നമ്മൾ 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം കേട്ടോ. അടിപൊളി ജ്യൂസാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ്. നമുക്ക് നോമ്പും കാലമൊക്കെ ആയ കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്കൊരു ഗ്ലാസ് കിട്ടിയാൽ നമ്മുടെ വയറൊക്കെ നിറയും കേട്ടോ എന്തായാലും. അപ്പോൾ ഈ ജ്യൂസ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ കസ്കസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് വേണ്ടവർക്ക് ഐസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ജലദോഷയ്ക്ക് ആയ കാരണം നമ്മൾ ഐസൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ജ്യൂസിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.